ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു വെണ്ടയ്ക്ക കൊണ്ടൊരു വെജിറ്റബിൾ സൂപ്പാണ്. നമുക്കതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. നമുക്ക് വെണ്ടയ്ക്ക സൂപ്പിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുരുമുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും, ഇത്രയും ആവശ്യമുള്ള. നമുക്ക് ആദ്യം വെണ്ടയ്ക്ക ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. വെണ്ടയ്ക്ക നല്ലപോലെ കഴുകിയെടുക്കണം. വെള്ളത്തിൽ കുറച്ച് വിനാഗിരി ചേർത്ത് വെണ്ടയ്ക്ക ഒരു അരമണിക്കൂർ മുക്കി വെച്ച് കഴുകിയിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ. വീണ്ടും പച്ചവെള്ളത്തിൽ നല്ലപോലെ കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മാത്രമാണ് വെണ്ടയ്ക്ക വേവിക്കുന്നത്. നമുക്ക് വേറൊരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട്, നെയ്യോ ബട്ടറോ ഏത് വേണമെങ്കിലും ചേർക്കാം. നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും നല്ലപോലെ വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് ഒന്നും കൂടെ ചൂടാക്കി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് കുറച്ച് തിളയ്ക്കാൻ വയ്ക്കാം. അപ്പോൾ നമുക്കതിന് വീണ്ടും ശകലം നെയ്യും കൂടെ ചേർക്കാം. നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് വെണ്ടയ്ക്ക നല്ല വെന്തിട്ടുണ്ടാവും. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ തേങ്ങാപ്പാലും ചേർക്കുന്നുണ്ട്, പിന്നെ സൂപ്പിനുള്ള വെള്ളവും വെണ്ടയ്ക്ക വെന്ത വെള്ളവും ഉണ്ട്. അപ്പോൾ ഇത് കട്ട ആവാതിരിക്കാൻ, അരിപ്പൊടി ചേർത്ത് ഒന്ന് കട്ട ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ചേർത്തത്. വെണ്ടയ്ക്ക നമ്മൾ നല്ലപോലെ വെന്തിരിപ്പുണ്ട്, മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാണ്. അത് നമുക്ക് അരിച്ച് ഇതിൽ ചേർക്കാം. നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ നല്ലപോലെ ഒന്നുകൂടെ തിളയ്ക്കട്ടെ. തിളച്ച് ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് അരിപ്പൊടി, കോൺഫ്ലവർ ഒന്നും ചേർക്കുന്നില്ല, അതിന് വേണ്ടിയാണ് നെയ്യിൽ ചൂടാക്കി അരിപ്പൊടി ചേർത്തത്. അപ്പോൾ ഇത് നല്ലപോലെ തിളയ്ക്കുമ്പം കുറച്ച് കൊഴുത്ത് വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാലും കൂടെ ചേർക്കാം. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് കുറച്ച് കൊഴുപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കിനി തേങ്ങാപ്പാലും കൂടി ചേർക്കാം. തേങ്ങാപ്പാലും ചേർത്ത് നമ്മൾക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. എരി എത്രയും വേണം അതിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാം. അപ്പം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് അധികം തിളയ്ക്കേണ്ടതില്ല. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തതുകൊണ്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട്. ചൂടോടെ ഇത് കഴിക്കണം. നമുക്ക് ഈവനിങ്ങിന് നമുക്ക് പൂരിയും കറിയും ഉണ്ട്, അതിൻ്റെ കൂടെ നമുക്ക് ഈ സൂപ്പും കൂടെ കഴിക്കാം. സൂപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം, ഈസിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം.